Good morning, all. Okay, today we are going to discuss the Bernoulli's equations applications ആണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻസ് പറയുന്നതിന് മുമ്പ് നമ്മളിപ്പം കവർ ചെയ്ത പോർഷൻസ് ഒന്ന് നോക്കാം. ഫ്ലൂയിഡ് കൈനറ്റിക്സിനകത്ത് ഫോഴ്സസ് കൺസിഡേർഡ് ഇൻ ദ ഡിസ്ക്രൈബിംഗ് ഓഫ് ഫ്ലൂയിഡ് മോഷൻ, ഡെറിവേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ ബൈ ഇൻറ്റഗ്രേഷൻ ഓഫ് ഓയിലേഴ്സ് ഇക്വേഷൻ അലോങ് എ സ്ട്രീം ലൈൻ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഡിറൈവ് ചെയ്തു ബെർണോളിസ് ഇക്വേഷൻ്റെ ജസ്റ്റ് അപ്പോൾ ആപ്ലിക്കേഷൻ ഒന്നുമല്ല, ജസ്റ്റ് ബെർണോളിസ് ഇക്വേഷൻ്റെ കുറച്ച് പ്രോബ്ലംസും കൂടെ നമ്മൾ നോക്കി. പിന്നെ ഒരു സെക്ഷനും കൂടെ ഉണ്ട്, കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ. ആക്ച്വലി കൈനറ്റിക് എനർജി കറക്ഷൻ ഫാക്ടർ മാത്രമല്ല, മൊമെന്റം കറക്ഷൻ ഫാക്ടർ ഒക്കെ ഉണ്ട്. അത് രണ്ട് ഇക്വേഷൻസേ ഉള്ളൂ, അത് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ പഠിച്ചു, ഒരു ഫോമിന് നമ്മൾ പഠിച്ചു. ഇനി ഈ ഫോമിന് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ 3 ഡിവൈസസിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. മെയിനായിട്ട് ഫസ്റ്റ് വൺ വെഞ്ചുറി മീറ്റർ, സെക്കൻഡ് വൺ പിറ്റോ ട്യൂബ് ആൻഡ് തേർഡ് വൺ ഓറിഫൈസ് മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ 3 നമ്മൾ ഇൻഡെപ്തിൽ തന്നെ പഠിക്കണം. അതിൻ്റെ ഡെറിവേഷൻസ് കൂടുതലും ചോദിച്ച് കണ്ടിട്ടില്ല, എങ്കിലും ബെർണോളിസ് വെഞ്ചുറി മീറ്ററിൻ്റെ ഡെറിവേഷനും കൂടെ പറഞ്ഞേ പോകുന്നുള്ളൂ. അപ്പോൾ എന്താണ് അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് നമ്മൾ ഡെറിവേഷനും കൂടെ പറഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക, ഇൻ കേസ് ചോദിക്കുവാണെങ്കിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് ഇക്വേഷനകത്ത് ഫസ്റ്റ് വൺ മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ, വെഞ്ചുറി മീറ്റർ. പിറ്റോ ട്യൂബ്, ഓറിഫൈസ് മീറ്റർ അടുത്ത സെക്ഷനിൽ പറയാം. എല്ലാം കൂടി ഒരുമിച്ചായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ആയിപ്പോകും. ഓക്കെ ഓക്കെ ഫസ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻസ് ആർ ഫസ്റ്റ് വൺ വെഞ്ചുറി മീറ്റർ, സെക്കൻഡ് വൺ ഓറിഫൈസ് മീറ്റർ ആൻഡ് തേർഡ് വൺ പിറ്റോ ട്യൂബ്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഫിഗർ ഞാൻ തന്നിട്ടുണ്ട്. ആക്ച്വലി ഈ ഒരു വെഞ്ചുറി മീറ്റർ, ഈ ഒരു ഡിവൈസ് ആണ് ആദ്യമേ കാണിച്ചിരിക്കുന്ന ഫിഗറാണ് വെഞ്ചുറി മീറ്റർ. അപ്പോൾ ഈ വെഞ്ചുറി മീറ്റർ എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫ്ലോ ചെയ്യുന്ന ഒരു പൈപ്പിന്, സപ്പോസ് കണ്ട് ഇവിടെ ഒരു ലാബിൻ്റെ ഒരു സെറ്റപ്പ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് റെഡ് കളർ, ആ ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുന്ന ഹൊറിസോണ്ടൽ പൈപ്പിലും കണക്ട് ചെയ്യാം, വെർട്ടിക്കൽ പൈപ്പിലും കണക്ട് ചെയ്യാം. അപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഡിവൈസ് ആണ് വെഞ്ചുറി മീറ്റർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിവൈസ് നമ്മൾ ഒരു എന്താ ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ എവിടാണോ പൈപ്പ് ഉള്ളത് ആ ഒരു പൈപ്പിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെഞ്ചുറി മീറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒറിഫൈസ് മീറ്റർ എന്നുണ്ട്. ഒറിഫൈസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് ഒറിഫൈസ് എന്ന്. അപ്പോൾ ആ ഒറിഫൈസ് ഒരു നമ്മളൊരു ഡിസ്ക് അസ്യൂം ചെയ്യുക. നമ്മൾ ഡിസ്ക് കണ്ടിട്ടുണ്ട്. ഡിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ നടുക്കൊരു ചെറിയ ഹോള്, പിന്നെ ബാക്കിയെല്ലാം ഒരു പ്ലേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്ക് കൊണ്ട് ഇതൊരു ഡിസ്ക്കാണ്, അത് ഡിസ്ക് കൊണ്ട് ഒരു പൈപ്പിനിടയ്ക്ക് വെച്ച്, അപ്പോൾ ആ വെള്ളം എന്താ ഫ്ലോ ചെയ്യുന്നു പറഞ്ഞത് അതിൻ്റെ ഒരു അകത്തൂടെ കയറി പോകുമ്പോൾ അവിടെ ഒരു നാരോ റീജിയനിൽ ഫ്ലോ ചെയ്യും. പിന്നെ അതിൻ്റെ ഫ്ലോ മീൻസ് അതിൻ്റെ ആ ഒരു ഡെപ്ത് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഓറിഫൈസ് മീറ്റർ. ദെൻ പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ഡിവൈസ് ആണ്. ഒരു മാനോമീറ്റർ പോലെ ഒരു എൽ ഷേപ്പിലിരിക്കുന്ന ഒരു മാനോമീറ്റർ, അതുപോലെ എൽ ഷേപ്പിൽ ഒരു ട്യൂബ് കണക്ട് ചെയ്ത്, അത്രയേ ഉള്ളൂ നമ്മളുടെ പിറ്റോമീറ്റർ. ഏറ്റവും സിമ്പിൾ ആണ്. പക്ഷേ പിറ്റോ ട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ കൂടുതൽ പറയുന്നത് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയും, വെഞ്ചുറി മീറ്റർ ഓറിഫൈസ് മീറ്റർ യൂസ് ചെയ്യുന്നത് ഒരു പൈപ്പിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന 3 ഉണ്ട്, വെഞ്ചുറി മീറ്റർ, ഓറിഫൈസ് മീറ്റർ ആൻഡ് പിറ്റോ ട്യൂബ്. വെഞ്ചുറി മീറ്റർ ആൻഡ് ഓറിഫൈസ് മീറ്റർ ആർ മെയിൻലി യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ഡിസ്ചാർജ് ത്രൂ എ പൈപ്പ്. മെയിനായിട്ട് പൈപ്പിൽ കൂടെയുള്ള, നമ്മൾ എന്തായാലും ഓപ്പൺ ചാനലിൽ കൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, അതിന് നമ്മൾ വേറെ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യും. നമുക്ക് പിന്നെ അതൊക്കെ പഠിക്കാം. ഇതൊരു പൈപ്പിൽ കൂടെയുള്ള ഒരു ഫ്ലോ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസ് ആണ് വെഞ്ചുറി മീറ്ററും ഓറിഫൈസ് മീറ്ററും. ആൻഡ് ദേ ആർ വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബെർണോളിസ് ഇക്വേഷൻ. ദെൻ പിറ്റോ ട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് മെയിനായിട്ട് അതിൻ്റെ ഒരു പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ വെലോസിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഡിസ്ചാർജ് കാണാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ എപ്പോഴും പിറ്റോ ട്യൂബ് എന്തിനാന്ന് ചോദിക്കാം, യൂസ്ഡ് ടു ഫൈൻഡ് ദ വെലോസിറ്റി ത്രൂ എ പൈപ്പാണ് നമ്മൾ കൂടുതലും പറയുന്നത്. അപ്പോൾ അത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ മൂവിങ് ടു വെഞ്ചുറി മീറ്റർ. It is a device used to measure the speed and flow rate or discharge of fluid through a pipe. Already ഇപ്പോൾ ഞാൻ പറഞ്ഞതാണ്, സ്പീഡ് അല്ലെങ്കിൽ ഫ്ലോ റേറ്റ് ഓർ ഡിസ്ചാർജ് ഓഫ് ഫ്ലൂയിഡ് ത്രൂ എ പൈപ്പ്. അവിടെ നിന്ന് ശ്രദ്ധിക്കുക, പൈപ്പിൽ കൂടെയാണ് നമുക്ക് ഡിസ്ചാർജ് മെഷർ ചെയ്യേണ്ടത്. Okay, next one, Bernoulli's Venturi meter is work on Bernoulli's equation. Its basic principle also depends on Bernoulli's equation and continuity equation.
ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗറിനകത്ത് വെഞ്ചുറിമീറ്റർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വെഞ്ചുറിമീറ്റർ എന്ന് പറയുന്നത് എന്താന്ന് നോക്കി, ഒരു പൈപ്പ് നിങ്ങൾ ആദ്യമേ എന്താ ഈ ഒരു ഫിഗറിനകത്ത് പൈപ്പ് നമ്മൾ കണക്ട് ചെയ്തു, ഈ ഒരു പോർഷനിൽ കണക്ട് ചെയ്തിട്ട് ആ ഒരു ഡിവൈസ് മാത്രം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഹൊറിസോണ്ടൽ ആയിട്ട് പോയിട്ട് പിന്നെ ഒന്ന് ചരിഞ്ഞ് ഒരു ടേപ്പറിംഗ് സെക്ഷൻ വന്നു, ചെറിയൊരു നാരോ റീജിയൻ വന്നു, പിന്നെ ഒരു എൻലാർജ് സെക്ഷൻ പോയി, ദെൻ ഹൊറിസോണ്ടൽ ആയിട്ട് തിരിച്ച് മൂവ് ചെയ്യുകയാണ്. അതാണ് നമ്മളുടെ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് പൈപ്പ് ഡയമീറ്ററിന് ഈക്വൽ ആണ്. ദെൻ ഒരു കൺവേർജിങ് കോൺ ഉണ്ട്, ഒരു കൺവേർജിങ് പാർട്ട് ഉണ്ട്. ദെൻ ഒരു ഹൊറിസോണ്ടൽ പോർഷൻ, അതെന്ന് പറയുന്നത് ത്രോട്ടാണ്. ത്രോട്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു നാരോ റീജിയൻ പറയുന്ന പേരാണ് ത്രോട്ട്. ദെൻ ഒരു എൻലാർജ് സെക്ഷൻ, ഒരു എൻലാർജ് ചെയ്തു, ദെൻ ഡൗൺ സ്ട്രീം മോഷൻ. അപ്പോൾ ഇത്രയാണ് പാർട്സ് ഓഫ് വെഞ്ചുറിമീറ്റർ. ഒന്ന് ശ്രദ്ധിച്ചേ, മെയിൻ പാർട്സ് ഓഫ് വെഞ്ചുറിമീറ്റർ ആർ എ കൺവേർജിങ് പാർട്ട് ആൻഡ് ത്രോട്ട് ആൻഡ് എ ഡൈവേർജിങ് പാർട്ട്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ട് പാർട്ടുള്ളത്. അപ്പോൾ അപ്പം കൺവേർജ് ചെയ്യുവാൻ ഇനീഷ്യൽ ഏരിയയിൽ നിന്നും ത്രോട്ടിലോട്ട് എത്തുമ്പോൾ ഏരിയ അവിടെ ഡിക്രീസ് ചെയ്യും, ത്രോട്ടിൽ നിന്നും പിന്നെ ഡൗൺ സ്ട്രീം സൈഡിലോട്ട് ഏരിയ അവിടെ ഇൻക്രീസ് ചെയ്യും. ഇനി ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾ കണ്ടേ, ഇവിടെ രണ്ട് ചെറിയൊരു ഹോള് പോലെ കണക്ട് ചെയ്ത് അതിലൊരു എന്താ പറയുന്നത്, നമുക്കൊരു മാനോമീറ്റർ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയൊരു സ്ക്രൂ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിക്ചറിനകത്ത് ആ ഒരു മാനോമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഇൻവേർട്ടഡ് യൂട്യൂബോ സിമ്പിൾ യൂട്യൂബോ അല്ലെങ്കിൽ ഒരു സിമ്പിൾ യൂട്യൂബ് തന്നെ വേണമെന്നുമില്ല, അല്ലെങ്കിൽ നമ്മളുടെ ആദ്യമേ നമ്മൾ പഠിച്ച സിമ്പിൾ മാനോമീറ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കണക്ട് ചെയ്താൽ മതി. അപ്പം ഇവിടെ ഒരു യൂട്യൂബാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, അതൊരു നേരെയുള്ള ഒരു യൂട്യൂബാണ്. ഇനി ഇൻവേർട്ടഡ് യൂട്യൂബ് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അത് നമ്മൾ ആ എടുക്കുന്ന ലിക്വിഡിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം അതൊന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഈ വെഞ്ചുറിമീറ്ററിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു കണക്ഷൻ കൊടുക്കുന്നത് ആക്ച്വലി ഈ ഒരു യൂട്യൂബ് അല്ല ഒരു മാനോമീറ്റർ കണക്ട് ചെയ്യുന്നത് മൂലമാണ് നമുക്ക് അവളുടെ ആ ഒരു പ്രഷർ ഡിഫറൻസ് എടുത്തിട്ട് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം അവിടെ ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ കണക്ട് ചെയ്യുന്ന ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി, നമുക്ക് രണ്ട് സ്ക്രൂ ഉണ്ട്, അവിടെ ഒരു ഹോളാണ്, അതുവഴിയാണ് നമ്മൾ ആ ട്യൂബ് അവിടെ കണക്ട് ചെയ്യുന്നത്. Okay, in this meter, the fluid is gradually accelerated to a throat and then gradually retarded in diverging section where the flow channel expands to the pipe size. അപ്പോൾ ഡൗൺ സ്ട്രീം സൈഡ് എത്തുമ്പോൾ ഫ്ലോ ചാനൽ എന്ന് പറയുന്നത് പൈപ്പ് സൈസുമായിട്ട് ഈക്വൽ ആണ്. Then വെഞ്ചുറിമീറ്റർ ഹാസ് ഓൺലി എ സ്മോൾ ഹെഡ് ലോസ്, നോ മൂവിംഗ് പാർട്സ് ആൻഡ് ഡു നോട്ട് ക്ലോഗ് ഈസിലി. അപ്പോൾ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്നത്, അതെന്ന് പറയുന്നത് ഒരുപാട് ഹെഡ് ലോസ് ഒന്നും നമുക്ക് വെഞ്ചുറിമീറ്ററിൽ ഉണ്ടാവത്തില്ല, പിന്നെ ഒരുപാട് മൂവിങ് പാർട്സും കാര്യങ്ങളൊന്നും ഇല്ല, പിന്നെ അത് പെട്ടെന്ന് ക്ലോഗ് ഒന്നും ചെയ്യത്തില്ല. അതൊക്കെ ഒരു വെഞ്ചുറിമീറ്ററിന്റെ അഡ്വാൻറ്റേജ് ആണ്. അതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. നമുക്ക് അത്യാവശ്യം വേണ്ടത് മെയിൻ പാർട്സ് ഓഫ് വെഞ്ചുറിമീറ്റർ. ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ബൈ റിഡ്യൂസിങ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഫ്ലോ പാസേജ് എ പ്രഷർ ഡിഫറൻസ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ മെഷർമെന്റ് ഓഫ് ദി പ്രഷർ ഡിഫറൻസ് ഇനേബിൾ ദ എസ്റ്റിമേഷൻ ഓഫ് ഫ്ലോ റേറ്റ് ത്രൂ ദി പൈപ്പ്. അപ്പോൾ ഇത്രയും പറയുമെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് ഒന്ന് കാര്യം ആലോചിച്ചാൽ മതി. നമുക്കിവിടെ ഒരു പൈപ്പ് നോർമൽ സെക്ഷനിൽ വരുന്നുണ്ട്, അവിടെ നിന്ന് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൺവേർജ് ചെയ്തിട്ട് നമ്മളൊരു പ്രഷർ ഡിഫറൻസ് ആണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ല നേരെ പോയി കഴിഞ്ഞാൽ ഒരു പ്രഷർ ഡിഫറൻസ് അവിടെ വരത്തില്ല. അപ്പോൾ ഒരു ഹയർ ഏരിയയിൽ നിന്നും അല്ലെ ഒരു പ്രഷർ കുറഞ്ഞെടുത്ത് ഒരു പ്രഷർ കൂടിയ ഒരു സ്ഥലം നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം അങ്ങനെ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നമ്മളൊരു മാനോമീറ്റർ കണക്ട് ചെയ്തു, എന്നിട്ട് ആ ഡിഫറൻസ് ഇൻ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് വെച്ചിട്ടാണ് നമ്മളുടെ ഫ്ലോ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് pressure difference is created and the measurement of pressure difference enable the estimation of flow rate through the pipe. അപ്പോൾ ഇതൊരു അതിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആംഗിൾ ഒക്കെ തന്നിട്ടുണ്ട്. ആക്ച്വലി ആംഗിൾ നമുക്ക് ആവശ്യമില്ല, PSC ഒക്കെ ലെവൽ പഠിക്കുവാണെങ്കിൽ അപ്പം നമുക്ക് ഈ ഒരു ആംഗിളിൻ്റെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി എക്സ്പ്രഷൻ ഫോർ റേറ്റ് ഓഫ് ഫ്ലോ ത്രൂ എ വെഞ്ചുറിമീറ്റർ. വെഞ്ചുറിമീറ്ററിൻ്റെ ഒരു നമ്മൾ എങ്ങനെയാണോ ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മോൾ ഡെറിവേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഡെറിവേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. സിമ്പിൾ ഡെറിവേഷൻ ആണ്, ഒന്ന് നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത് നോക്കി. ഫസ്റ്റ് വൺ, കൺസിഡർ എ വെഞ്ചുറിമീറ്റർ ഫിറ്റഡ് ഇൻ എ ഹൊറിസോണ്ടൽ പൈപ്പ്. അവിടെ ഈ ഒരു പൈപ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു ഹൊറിസോണ്ടൽ പൈപ്പിലോട്ടാണ് നമ്മൾ ഈ വെഞ്ചുറിമീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് എ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ്, സേ വാട്ടർ ആണ് ഫ്ലോ ചെയ്യുന്നത് വിചാരിക്കുക. ദെൻ D1 ആദ്യം ഒന്നിട്ട് ശ്രദ്ധിക്കുക. D1 എന്ന് പറയുന്നത് ഡയമീറ്റർ അറ്റ് ഇൻലെറ്റ് ഓർ അറ്റ് സെക്ഷൻ 1. നമുക്ക് 1 സെക്ഷൻ എടുത്ത് ഇവിടെ ആണെങ്കിലും എല്ലാം സെയിം ഡയമീറ്റർ ആണ്.
അവിടെ നമ്മളൊരു മാനോമീറ്റർ, ഒരു യൂട്യൂബ് മാനോമീറ്റർ അല്ല, ഒരു ജസ്റ്റ് ഒരു ട്യൂബാണ്, അവിടെ ഒരു സിമ്പിൾ മാനോമീറ്റർ ആണ് അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ P1 എന്ന് പറയുന്നത് പ്രഷർ അറ്റ് സെക്ഷൻ 1 ആൻഡ് V1 ഈസ് ദ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് അറ്റ് സെക്ഷൻ 1 ആൻഡ് A ഈസ് ദ ഏരിയ അറ്റ് സെക്ഷൻ 1. അപ്പോൾ അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ഏരിയ എന്ന് പറയുന്നത് π/4 d1². അതുപോലെ കറസ്പോണ്ടിങ് ടു D2, ρ2, V2, A2 ആർ ദി കറസ്പോണ്ടിങ് വാല്യൂസ് അറ്റ് സെക്ഷൻ 2. സെക്ഷൻ 2 എടുത്തിരിക്കുന്ന ത്രോട്ടിലാണ്, അത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സെക്ഷൻ എടുത്തിരിക്കുന്ന ഇൻലെറ്റ് എന്ന് പറയുന്നത് നോർമൽ പൈപ്പിന്റെ ഒരു സെക്ഷൻ, അല്ലെങ്കിൽ കൺവേർജിങ്ങിന് തൊട്ട് മുമ്പും. ദെൻ സെക്ഷൻ 2 എടുത്തിരിക്കുന്നത് ത്രോട്ടിലുമാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ത്രോട്ടിൽ വരുമ്പോൾ എല്ലാം റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഏരിയ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കുക, എപ്പോഴും ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പം നമുക്ക് എന്താ ചെയ്യാം, ബെർണോളിസ് ഇക്വേഷന്റെ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ബെർണോളിസ് ഇക്വേഷൻ നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ രണ്ട് സെക്ഷൻ നമ്മൾ എടുക്കുക, സെക്ഷൻ 1 ആൻഡ് സെക്ഷൻ 2. ഇനി സെക്ഷൻ 1ന്റെ ടോട്ടൽ ഹെഡ് എന്ന് പറഞ്ഞാൽ ബെർണോളിസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏതൊരു സെക്ഷൻ എടുത്താലും അവിടുത്തെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ ലോസ് ഒന്നും വലുതായിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ലോസ് ഒന്നും അവിടെ എടുക്കുന്നില്ല. ഇൻ കേസ് ലോസ് കൺവേർജിങ്ങിന്റെ ലോസ് തരുവാണെങ്കിൽ മാത്രം ലോസും കൂടെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. ഈ ഒരു നമ്മൾ ആദ്യമേ ലോസസ് ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ 2 പോയിന്റ് എടുക്കുക, അവിടെ 2 ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. അപ്പൊ സെക്ഷൻ 1ന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ρ1 by P1 by ρg plus V1² by 2g plus Z1 is equal to P2 by ρg plus P2² by 2g plus Z2. പിന്നെ ഇവിടെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഹൊറിസോണ്ടൽ പൈപ്പാണ്. അപ്പൊ ഹൊറിസോണ്ടൽ പൈപ്പിന് ഡേറ്റം അതിന്റെ ആക്സിസിൽ തന്നെ നമ്മൾ ഡേറ്റം അസ്യൂം ചെയ്യുവാണെങ്കിൽ Z1 is equal to Z2 എന്ന് എടുക്കാം. അപ്പൊ നോക്കിയാൽ ആക്സിസ് ആയിട്ട് തന്നെയാണ് നമ്മൾ ഡേറ്റം അസ്യൂം ചെയ്തിരിക്കുന്നത്. therefore Z1 is equal to Z2. then ഈ രണ്ട് ടേം ഇവിടെ ക്യാൻസൽ ആയി പോകും. ബാക്കി ഏത് വരുന്നുണ്ട്, P1 by ρg plus V1² by 2g is equal to P2 by ρg plus V2² by 2g. ഇനി ആ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, ആ പ്രഷറിന്റെ ടേം മാത്രം ലെഫ്റ്റ് സൈഡിലും ബാക്കി ടേം റൈറ്റ് സൈഡിലും കൊണ്ടുപോകാം. P1 minus P2 by ρg is equal to V2² by 2g minus V1² by 2g. അപ്പൊ ഇത് നോക്കിയേ, P by ρg എന്ന് പറയുന്ന പ്രഷർ ഹെഡ് ആണ്. അപ്പൊ ഈ P1 minus P2 by ρg എന്ന് പറയുന്ന ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ്. ഓക്കെ, but P1 minus P2 by ρg is the difference of pressure head at section 1 and 2 and it is equal to H. അപ്പൊ അതിനെ നമ്മൾ H ആയിട്ട് ഡിനോട്ട് ചെയ്ത്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, H എന്ന് പറഞ്ഞത് നമ്മുടെ ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ മാനോമീറ്റർ ആണ്. ആ സിമ്പിൾ മാനോമീറ്ററിന്റെ ആ 2 പോയിന്റും നമ്മളുടെ പ്രഷർ ഡിഫറൻസ് ആണ്, പ്രഷർ ഹെഡിന്റെ ഡിഫറൻസ് ആണ് H എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് H is equal to എങ്ങനെ എഴുതാം, V2 റൈറ്റ് സൈഡ് നോക്കിയാൽ V2² by 2g minus V1² by 2g. ഈ ഫിഗർ ഇത് ഒന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വേറെ ഫിഗർ തന്നേ ഉള്ളൂ. ഓക്കെ, now applying continuity equation at section 1 and 2. ഒന്ന് ശ്രദ്ധിച്ചേ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ സെക്ഷൻ 1 and 2 എന്നൊക്കെ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ ഡിസ്ചാർജ് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് A1 V1 is equal to A2 V2. അതിൽ നിന്നും V1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന്റെ ഫോർമുല എടുക്കുക, V1 in terms of V2 എടുക്കുക. V1 is equal to A2 by A1 into V2. Then substituting this equation in the above equation, ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ V1 പകരം ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, H is equal to V2² by 2g minus ഇവിടുത്തെ V1² പകരം A2 V2 by A1 the whole square divided by 2g. കാരണം ഒരു ടേമിലോട്ട് നമ്മൾ കൊണ്ടുപോകുക, V2ന്റെ ടേമിലോട്ട് രണ്ടിനെ നമ്മൾ മാറ്റിയെടുക്കുക ചെയ്യുന്നത്. അപ്പൊ V2² by 2g എന്ന് പറയുന്ന കോമൺ ടേം ആണ്, അതിനെ വെളിയിലെടുക്കുക. റിമൈനിങ് ടേം എന്ന് പറയുന്ന 1 minus A2² by A1². ദാറ്റ് ഈസ് ഈക്വൽ ടു V2² by 2g എന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, A1² minus A2² the whole divided by A1². ഇനി നമ്മൾ ആ V2നെ മാത്രം കണ്ടുപിടിക്കണമെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് 2g നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുപോവാ. അപ്പൊ V2² is equal to 2gh, ബാക്കി ടേമിനെയും കൂടെ കൊണ്ട് V2 മാത്രം നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. ദെൻ V2 എന്ന് പറയുന്നത് ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. വി ഗെറ്റ് V2 as A1, ഈ റൂട്ടൊക്കെ മാറ്റി വെളിയിലോട്ട് എടുക്കുമ്പോൾ A1 by root of A1² minus A2² into root 2gh. This is V2. അപ്പോൾ V2 ശ്രദ്ധിച്ച് A1 by root of A1² minus A2² into root 2gh. ഇതൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. എല്ലാവരും ഇതിൻ്റെ കൂടെ തന്നെ ഇരുന്ന് നിങ്ങളൊന്ന് സോൾവ് ചെയ്തെടുത്ത് എടുക്കും, അല്ലാതെ കോപ്പി അടിക്കരുത്.
ഡിസ്ചാർജ് നമുക്ക് ഡിസ്ചാർജ് ആണ് ആക്ച്വലി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിൽ കൂടെ പോകുന്ന ഡിസ്ചാർജ് എത്രയാണെന്ന് അറിയണ്ടേ. ഡിസ്ചാർജിന്റെ ഫോർമുല എന്ന് പറയുന്നത് A2 × V2. ത്രോട്ട് എടുക്കുവാണെങ്കിൽ അവിടുത്തെ ഡിസ്ചാർജ് ആണ് A2 × V2. A2 അങ്ങനെ തന്നെ എഴുതുക. V2 ഇപ്പോൾ കണ്ടുപിടിച്ച ഫോർമുല V2 പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ A1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു √2GH. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? A1 A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു √2GH. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസ്ചാർജിന്റെ ഫോർമുല. ഇനി ഇവിടെ നമ്മളൊരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചേ. ദിസ് ഇക്വേഷൻ ഗീവ്സ് ദ ഡിസ്ചാർജ് അണ്ടർ ഐഡിയൽ കണ്ടീഷൻ ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് തിയോററ്റിക്കൽ ഡിസ്ചാർജ്. ഐഡിയൽ കണ്ടീഷനിലാണ് ഈ ഒരു ഫോർമുല വരുന്നത്. പക്ഷെ ആക്ച്വൽ കേസസിനകത്ത് കറക്റ്റായിട്ട് ഈ ഒരു ഡിസ്ചാർജ് വരത്തില്ല. അവിടെ ചെറിയൊരു ലോസ് എന്തായാലും അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു ചെറിയൊരു കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് എന്നൊരു ടേമും കൂടെ അവിടെ കൊടുക്കുക. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എപ്പോഴും <1 ആയിരിക്കും. കാരണം തിയോററ്റിക്കൽ എന്ന് പറയുന്നത് ആക്ച്വലിനേക്കാളും എപ്പോഴും കൂടുതലായിരിക്കും. പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് തിയോററ്റിക്കലായിട്ട് കിട്ടിയതിനേക്കാളും കുറച്ചൊരു ചെറിയൊരു വാല്യൂവിന്റെ വ്യത്യാസം എന്തായാലും പ്രാക്ടിക്കലി നമുക്ക് കാണും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ CD എന്ന് പറയുന്ന ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഈ CD എന്താണെന്നൊക്കെ നമുക്കിനി പഠിക്കാനുണ്ട്. അപ്പം കൂടുതൽ അതിനെപ്പറ്റി പറയാം. ഡിസ്ചാർജിന്റെ കൂടെ ചേർക്കുന്ന ടേമാണ് CD. D ഫോർ ഡിസ്ചാർജ് ആൻഡ് C ഫോർ കോഎഫിഷ്യന്റ്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ആണ് CD ഇൻറ്റു ആ സെയിം ഇക്വേഷൻ A1 A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു √2GH where CD is the coefficient of injury meter and its value is <1. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസ്ചാർജ് ഫോർമുല. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസ്ചാർജ് ഫോർമുലയിലോട്ട് എത്തിയത്. അപ്പോൾ ഈ ഒരു വെഞ്ചുറി മീറ്ററിന്റെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഈ ഫൈനൽ ഇക്വേഷൻ ആണ്. ആക്ച്വൽ ഡിസ്ചാർജ് CD ഇൻറ്റു A1 A2 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് A1² മൈനസ് A2² ഇൻറ്റു √2GH. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. നമുക്ക് ഇനി കുറച്ച് കേസസ് ഉണ്ട്. അത് നമ്മൾ പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഞാൻ ജനറലായിട്ടൊന്ന് പറയാം. The value of H given by differential U2 manometer. ഇപ്പോൾ സപ്പോസ് ഈ H എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ച H എന്ന് പറയുന്നത് നോർമൽ ആയിട്ട് ഒരു മാനോമീറ്റർ കണക്ട് ചെയ്തിട്ടാണ്. ഇനി അതൊരു യൂട്യൂബ് മാനോമീറ്റർ. സപ്പോസ് ഈ ഒരു ഫിഗർ നോക്കിയേ. ഇവിടെ ഒരു യൂട്യൂബ് ആ സിമ്പിൾ മാനോമീറ്റർ മാറ്റിയിട്ട് ഒരു യൂട്യൂബ് മാനോമീറ്റർ മാറ്റുമ്പോൾ ആ മാനോമീറ്ററിനകത്ത് ആ ഹെവി ലിക്വിഡ് ആണോ ലൈറ്റർ ലിക്വിഡ് ആണോ ആ ലിക്വിഡ് തമ്മിലുള്ള ഹൈറ്റിനെ നമ്മൾ HM അല്ലെങ്കിൽ X ആയിട്ട് ഡിനോട്ട് ചെയ്യും. ഓക്കെ. ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ആദ്യമേ ഇപ്പോൾ ഡിറൈവ് ചെയ്തത് ജസ്റ്റ് സിമ്പിൾ മാനോമീറ്റർ വെച്ചിട്ടാണ്. അവിടുത്തെ ആ ഒരു ഹൈറ്റ് ഡിഫറൻസ് ആണ് H എന്ന് പറയുന്നത്. ഇനി ആ ഒരു സിമ്പിൾ മാനോമീറ്ററിനെ മാറ്റിയിട്ട് നമ്മൾ പകരം അവിടെ യൂട്യൂബ് കണക്ട് ചെയ്തു. ഇപ്പോൾ യൂട്യൂബ് കണക്ട് ചെയ്യുമ്പോൾ യൂട്യൂബിൻ്റെ മാനോമെട്രിക് ലിക്വിഡ് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ആണ് HM അല്ലെങ്കിൽ X. ആ എക്സും എച്ചും ഒന്നല്ല. അത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. കണ്ടോ, ഈ ഒരു ഫോമുല നമുക്ക് വരും. ഇവിടെ HM എന്നാണ് ഈ പിക്ചറിൽ കാണിച്ച. ബാക്കി ഇക്വേഷനകത്ത് ഞാൻ X എന്നാണ് പറയുന്നത്. X ഈസ് ഈക്വൽ ടു HM എന്നാണ് അറിഞ്ഞിരിക്കുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കേസ് നോക്കിയേ. ലെറ്റ് ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണ്ടെയ്ൻ എ ലിക്വിഡ് വിച്ച് ഈസ് ഹെവിയർ ദാൻ ദ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ ദ ലിക്വിഡ്. അപ്പോൾ ആദ്യത്തെ കേസിനകത്ത് നമ്മളൊരു ഡിഫറൻഷ്യൽ U2 മാനോമീറ്റർ കണക്ട് ചെയ്ത് അതിനകത്ത് ഹെവിയർ ലിക്വിഡ് മാനോമീറ്ററിലുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് ഹെവി ലിക്വിഡ് ആണ് ദാൻ ഫ്ലോയിങ് ലിക്വിഡ്. നമ്മൾ ചെയ്തതുപോലെ തന്നെ ഏതാ മാനോമീറ്റർ ലിക്വിഡ് മെർക്കുറി ആയിട്ട് എടുക്കുക. ഫ്ലോയിങ് ലിക്വിഡ് വാട്ടർ ആയിട്ട് എടുത്താൽ എങ്ങനെ ആയിരിക്കും? മെർക്കുറി ആയിരിക്കും ഡെൻസിറ്റി കൂടുതൽ. അപ്പോൾ ആ മാനോമീറ്ററിനകത്ത് ലിക്വിഡിന്റെ ഡെൻസിറ്റി ഹയർ ആണ് ദാൻ ദി ഫ്ലോയിങ് ലിക്വിഡ്. അങ്ങനെയാണെങ്കിൽ SH എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവിയർ ലിക്വിഡ്, ദാറ്റ് ഈസ് മാനോമെട്രിക് ലിക്വിഡിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. S0 is the specific gravity of the liquid flowing through the pipe. Then X is the difference of heavier liquid column in U2. അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചെറുവിടെ ആഡ് ചെയ്ത് തരാം. ഓക്കെ. ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ ഒരു പിക്ചർ മാറ്റിയിട്ട് ഇത് ഇട്ട് തരാം. അപ്പോൾ ക്ലിയർ ആവും. ഇപ്പം ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ HM എന്ന് പറയുന്നത് Xന് ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ H കണ്ടുപിടിക്കാം. ഡിഫറൻസ് ഇൻ പ്രഷർ ഹെഡ് H ഈസ് ഈക്വൽ ടു X ഇൻറ്റു
SH ഡിവൈഡഡ് ബൈ S0 മൈനസ് 1. ഇതിങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. H ഇൻ കേസ് യൂട്യൂബ് മാനോമീറ്റർ ആയിട്ടാണ് നമ്മളുടെ ഡിവൈസ് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ആ H എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ നമുക്ക് അത് ആ പ്രോബ്ലത്തിനകത്ത് തരും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ H കാണാനുള്ള ഫോർമുലയാണ് H ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു, സപ്പോസ് ഹെവി ലിക്വിഡ് ആണെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഗ്രാവിറ്റി ന്യൂമറേറ്റർ കൊടുക്കുക, ഹെവിയർ ലിക്വിഡിന്റെ SH ഡിവൈഡഡ് ബൈ S0 മൈനസ് 1. അത് ഓപ്പോസിറ്റ് ആയിട്ട് ഇൻവേർട്ടഡിന്റെ കേസിലായിരിക്കും അത് കൂടുതലും വരുന്നത്. ഇപ്പൊ ഇൻവേർട്ടഡ് ആയിട്ടാണ് തരുന്നെങ്കിൽ അപ്പം നമ്മളുടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് മാനോമീറ്റർ ലിക്വിഡിനേക്കാളും ഹെവി ആയിരിക്കും. ഓക്കെ, ഇഫ് ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണ്ടെയ്ൻ ലിക്വിഡ് വിച്ച് ഈസ് ലൈറ്റർ ദാൻ ദ ലിക്വിഡ് ഫ്ലോയിങ് ത്രൂ ദ പൈപ്പ്. മാനോമീറ്റർ ഉള്ള ലിക്വിഡ് എന്ന് പറയുന്നത് ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിനേക്കാളും ചെറിയ ലൈറ്റർ ലിക്വിഡ് ആണെങ്കിൽ നമ്മളുടെ ഫോമിൽ എങ്ങനെ വരും? എക്സ് ഇൻറ്റു 1 മൈനസ് SL ബൈ S0. SL എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലൈറ്റർ ലിക്വിഡ്, SH എന്ന് പറയുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഹെവി ലിക്വിഡ്. അത് മനസ്സിലാക്കി വെക്കുക. ഒന്ന് 1 മൈനസ് ചെയ്യുക, ഒന്ന് 1ൽ നിന്നും മൈനസ് ചെയ്യുക. അങ്ങനെ രണ്ട് കേസസ് ഓർത്തിരിക്കുക, പ്രോബ്ലം ചെയ്യുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത് സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഇനി എച്ചിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട്. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? P1 ബൈ റോ ജി പ്ലസ് Z1 മൈനസ് P2 ബൈ റോ ജി പ്ലസ് Z2. ഇതിവിടെ വരാൻ കാരണം വേർട്ടിക്കലിലാണ്, നമ്മൾ ഒരു വെർട്ടിക്കൽ പൈപ്പിലാണ് നമ്മളുടെ മാനോമീറ്റർ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെ നമ്മളുടെ വെഞ്ചുറി മീറ്റർ വെർട്ടിക്കൽ പൈപ്പിലാണ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ Z1 ഈസ് ഈക്വൽ ടു Z2 എന്ന് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒന്ന് ശ്രദ്ധിക്കുക. കേസ് 3 എന്ന് പറയുന്നത് ഇൻക്ലൈൻഡ് വെഞ്ചുറി മീറ്റർ വിത്ത് ഡിഫറൻഷ്യൽ U2 മാനോമീറ്റർ. അപ്പൊ ആ ഒരു വെഞ്ചുറി മീറ്റർ ഇൻക്ലൈൻഡോ അല്ല വെർട്ടിക്കൽ ആയിട്ട് എങ്ങനെ നിൽക്കുവാണെങ്കിൽ, the above two cases are given for horizontal venturi meter. This case is related to inclined venturi meter having differential U2 manometer. ആ കേസ് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, Z1 ഉം Z2 ഈക്വൽ ആവത്തില്ല. അപ്പൊ നമുക്ക് ആദ്യത്തെ ടേം ഏത് തന്നെ വരും? P1 ബൈ റോ ജി പ്ലസ് Z1, അതിൽ നിന്നും മൈനസ് ഓഫ് P2 ബൈ റോ ജി പ്ലസ് Z2. ആ Z2ന്റെ ടേം Z1ന്റെ ടേമും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് വരുന്നുണ്ട്. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാം. അപ്പൊ തിയറി പറയുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒക്കെ ഈസി ആയിട്ടായിരിക്കും. അപ്പൊ ഇത് ഹെവി ലിക്വിഡ് ആണെങ്കിൽ, ലൈറ്റ് ലിക്വിഡ് ആണെങ്കിൽ തിരിച്ചും വരും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് പ്രോബ്ലം, എ ഹൊറിസോണ്ടൽ വെഞ്ചുറി മീറ്റർ വിത്ത് ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഡയമീറ്റർ 30 cm and 15 cm respectively is used to measure the flow of water. The reading of differential manometer connected to the inlet and the throat is 20 cm of mercury. Determine the rate of flow. Take CDS 0.98. സിമ്പിൾ ആണ്. ഒന്നും കൂടെ നിങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിനകത്ത് ഹൊറിസോണ്ടൽ വെഞ്ചുറി മീറ്റർ ഹൊറിസോണ്ടലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് Z1 ഈസ് ഈക്വൽ ടു Z2. അവിടെ നമ്മൾ അത് അറിഞ്ഞിരിക്കുക. ഹൊറിസോണ്ടൽ പൈപ്പിലാണ് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ. ഇത് ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഡയമീറ്റർ. ഇൻലെറ്റ് ഡയമീറ്റർ D1 30 cm തന്നിട്ടുണ്ട്, അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അവിടെ D1 ഉണ്ടെങ്കിൽ A1 കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ ത്രോട്ട് ഡയമീറ്റർ 15 cm തന്നിട്ടുണ്ട്. ആ ത്രോട്ട് ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. എല്ലാത്തിനെയും നമുക്ക് മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റാം. മീറ്റർ സ്ക്വയറിൽ സെന്റിമീറ്റർ സ്ക്വയർ ഏതാണ് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്, സെയിം യൂണിറ്റ് തന്നെ എടുക്കുക. ഇത് മീറ്റർ നമുക്ക് ഇവിടെ നമ്മൾ തൽക്കാലം മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റിയിട്ടില്ല, നമുക്ക് ചെയ്യാൻ. കാരണം ഇവിടെ മെർക്കുറിയും സെന്റിമീറ്ററിലായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാം ഒറ്റ യൂണിറ്റിലോട്ട് ആയതുകൊണ്ടാണ് ഇവിടെ കൺവേർട്ട് ചെയ്യാത്തത്. നമുക്ക് കൺവേർട്ട് ചെയ്യാം, നമ്മൾ പഠിക്കുന്ന ഏത് രീതിയിലാണോ അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ D1 തന്നിട്ടുണ്ട്, A1 കാൽക്കുലേറ്റ് ചെയ്യുക. D2 തന്നിട്ടുണ്ട്, A2 കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നോക്കിയേ, ദ റീഡിംഗ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ കണക്റ്റഡ് ടു ദ ഇൻലെറ്റ് ആൻഡ് ത്രോട്ട് ഈസ്. ഇൻലെറ്റും ത്രോട്ടും തമ്മിൽ കണക്ട് ചെയ്തിരുന്ന ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആ ഒരു വ്യത്യാസം, മെർക്കുറി തമ്മിലുള്ള വ്യത്യാസം, അല്ലെ ആ ഒരു ലിക്വിഡ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 20 cm ഓഫ് മെർക്കുറി. ആ എക്സിന്റെ വാല്യൂ ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. എച്ചിന്റെ വാല്യൂ അല്ല, എക്സിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് തന്നിട്ടുണ്ട് വാട്ടർ ആണ് പൈപ്പിൽ കൂടെ പോകുന്നത്, നമ്മുടെ മാനോമീറ്ററിലുള്ളത് മെർക്കുറിയാണ്. അപ്പൊ മാനോമീറ്ററിൽ പോകുന്നത് ഹെവിയർ ലിക്വിഡ് ആണ്. അപ്പൊ ഹെവിയർ വരുന്നതിന്റെ കേസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, റീഡിംഗ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ദാറ്റ് ഈസ് എക്സ് ഈക്വൽ ടു 20 cm ഓഫ് മെർക്കുറി ആൻഡ് എച്ച് ഈസ് ഗിവൺ ബൈ, എച്ച് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു SH ഡിവൈഡ് ബൈ S0 മൈനസ് 1. ഇവിടെ റെഡി ആണെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ മാനോമീറ്ററിലുള്ളത് മെർക്കുറിയാണ്, പൈപ്പിൽ കൂടെ പോകുന്ന വാട്ടർ ആണ്, മെർക്കുറിയാണ് ഹെവിയർ ലിക്വിഡ്. അതുകൊണ്ടാണ് നമ്മളുടെ ഫോർമുല SH ബൈ S0 മൈനസ് 1 എടുത്തത്. ഓൾറെഡി നമുക്കറിയാം സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഈസ് 13.6, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ ഈസ് 1.
അവിടെ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത ബാക്കി എല്ലാ വാല്യൂ നമ്മുടെ ഡിസ്ചാർജ് ഫോർമുല എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു CD A1 A2 A1 A2 കാൽക്കുലേറ്റ് ചെയ്ത് √A1² - A2² ഇൻറ്റു √2G H. ഈ എച്ചിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിരിക്കുന്നത്. ആ എച്ചിൻ്റെ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എച്ചിൻ്റെ വാല്യൂ എത്ര ഇവിടെ കിട്ടിയേ? 252 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് വാട്ടർ. അപ്പോൾ ഇതെല്ലാം സെൻറ്റിമീറ്ററിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ വേറൊരു കൺവേർട്ട് ചെയ്യേണ്ട, സെൻറ്റിമീറ്ററിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ഫൈനൽ ആൻസർ ഈസ് 125756 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതിനെ നമ്മൾ ഡിവൈഡ് ബൈ 1000 ചെയ്യുവാണെങ്കിൽ ഇൻ ലിറ്റേഴ്സ് പെർ സെക്കൻഡ്സിനകത്ത് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഇതേ ഡിവൈഡ് ബൈ 1000 ചെയ്യുവാണെങ്കിൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലും കിട്ടും. അത്രയും കാര്യങ്ങൾ അവിടെ നോട്ട് ചെയ്യുക. ഓക്കെ, ഈ പ്രോബ്ലംസ് എല്ലാവരും തന്നെ ചെയ്ത് പഠിക്കണം. Next problem, an oil of specific gravity 0.8 is flowing through a venturimeter having inlet diameter 20 cm and throat diameter 10 cm. The oil mercury differential manometer shows a reading of 25 cm. Calculate the discharge of oil through the horizontal venturimeter. ഇത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? ഓയിലാണ് നമ്മളുടെ ഫ്ലോ പൈപ്പിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡ്. ഓയിലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കുറവാണ്, 0.8 ആണ്. ഇനി പൈപ്പിൽ കൂടെ പോകുന്ന മാനോമീറ്ററിലുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് മെർക്കുറിയാണ്. അപ്പം മാനോമീറ്ററിൽ കൂടെ പോകുന്ന മെർക്കുറി, അപ്പോൾ ഹെവിയർ ലിക്വിഡ് എന്ന് പറയുന്നത് മാനോമീറ്റർ തന്നെയാണ്. ഈ പ്രോബ്ലം ചെയ്തതുപോലെ സെയിം ആയിട്ട് ചെയ്യുക, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. Problem 3, a horizontal venturimeter with inlet diameter 20 cm and throat diameter 10 cm. ഇൻലെറ്റ് ഡയമീറ്റർ തന്നിട്ടുണ്ട്, ത്രോട്ട് ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫിഗർ വരയ്ക്കാത്ത, നമ്മൾ നേരത്തെ കണ്ട ഫിഗർ സെയിം ഫിഗറുകൾ തന്നെയാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ ഫിഗർ കൊടുക്കാതെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് വെച്ചിരിക്കുക. ഒന്ന് വരച്ചിട്ട് ഇൻലെറ്റ് ഡയമീറ്റർ D1 എന്ന് പറയുന്നത് 20 cm, ത്രോട്ടിൻ്റെ അവിടെ 10 cm മാർക്ക് ചെയ്യുക. Used to measure the flow of oil of specific gravity 0.8. The discharge of oil through the venturimeter is 60 liters per second. Find the reading of the oil mercury differential manometer. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ റീഡിംഗ് ഓഫ് ദ ഓയിൽ മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്റർ. അവിടുത്തെ എക്സിൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് റിവേഴ്സ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് നോക്കാം. D1 തന്നിട്ടുണ്ട് 20 cm. ദെൻ ഫൈൻഡ് A1 π/4 D². ഓക്കെ, D2 തന്നിട്ടുണ്ട് 10 cm. ഫൈൻഡ് D2 as π/4 × 10². എല്ലാ സെൻറ്റിമീറ്റർ സ്ക്വയറിൽ തന്നെ കിടക്കുവാണ്. CD-യുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.98. ഇല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. വെഞ്ചുറിമീറ്ററിൻ്റെ കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിസ്ചാർജ് 0.198. ബിക്കോസ് നമുക്ക് പറഞ്ഞിട്ടുണ്ട് 1-നേക്കാളും കുറച്ച് വാല്യൂ കുറവാണ്. ഇനി ഡിസ്ചാർജ് ഇവിടെ തന്നിട്ടുണ്ട് 60 liters per second. ആ 60യെ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ മീറ്റർ ക്യൂബിൽ കിട്ടും, അല്ലെങ്കിൽ ഇൻറ്റു 1000 ചെയ്താൽ സെൻറ്റിമീറ്റർ ക്യൂബിൽ കിട്ടും. ഓക്കെ, 60 × 1000 ചെയ്യുമ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. The discharge formula CD A1 A2 divided by √A1² - A2² into √2GH. Q അറിയാം, CD അറിയാം, A1 അറിയാം, A2 അറിയാം, √2G അറിയാം, H ആണ് അൺനോൺ ആയിട്ടുള്ളത്. എച്ചിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. എച്ചിൻ്റെ വാല്യൂ എത്ര കിട്ടും? 289.98 സെൻറ്റിമീറ്റേഴ്സ് ഓഫ് ഓയിൽ. ഇനി പക്ഷേ എച്ച് അല്ല നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ റീഡിംഗ് ഓഫ് ദ ഓയിൽ മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്റർ. എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എച്ച് കിട്ടിക്കഴിഞ്ഞാൽ എക്സ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. H ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു SH/S0 - 1. SH അറിയാം, S0 അറിയാം. ദെൻ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, ബുദ്ധിമുട്ടൊന്നുമില്ല. എച്ച് കണ്ടുപിടിച്ചു, എച്ച് വാല്യൂ എഴുതുക. എക്സ് അറിയത്തില്ല, അവിടെ എക്സ് അങ്ങനെ തന്നെ ഇടുക. SH എന്ന് പറയുന്നത് 13.6, S0 എന്ന് പറയുന്നത് 0.8 ഓയിലാണ്, -1. അപ്പോൾ ഇൻറ്റു 16x നമുക്ക് കിട്ടും, അല്ല ഈക്വൽ ടു 16x കിട്ടും. ദെൻ എക്സ് എന്ന് പറയുന്നത് ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, തന്നെ ചെയ്യണേ. ദ റീഡിംഗ് ഓഫ് ദ ഓയിൽ മെർക്കുറി ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഇസ് 18.12 സെൻറ്റിമീറ്റർ. ഡൗട്ടുള്ളവർ ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കിയാൽ മതി, ക്ലിയർ ആവും. ആൻഡ് നെക്സ്റ്റ് പ്രോബ്ലം. ഇപ്പം ഒരുപാട് പ്രോബ്ലം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾക്ക്. ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ കുറേ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഈ ഹൊറിസോണ്ടലിനകത്ത് നിന്ന് നിർത്താൻ വെർട്ടിക്കലായിട്ട് ഞാൻ നാളത്തെ സെക്ഷനിൽ ഇട്ട് തരാം.
അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും പെട്ടെന്ന് എല്ലാം കൂടെ കയറുവാണ്. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. A horizontal venturimeter with inlet diameter 20 cm and throat diameter 10 cm is used to measure the flow of water. The pressure at inlet is 17.658 Newton per centimeter square and the vacuum pressure at the throat is 30 centimeters of mercury. Find the discharge of water through venturimeter. Take CD is equal to 0.98. ഇതും ജസ്റ്റ് ഇച്ചിരി ട്വിസ്റ്റഡ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ചാൽ ചെയ്യാൻ പറ്റും. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഹൊറിസോണ്ടൽ വെഞ്ചുറിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഇൻലെറ്റ് ഡയമീറ്റർ D1 തന്നിട്ടുണ്ട് 20 cm. ദെൻ A1 കാൽക്കുലേറ്റ് ചെയ്യുക. ത്രോട്ട് ഡയമീറ്റർ 10 cm. D2 തന്നിട്ടുണ്ട് 10 cm. ദെൻ ഫൈൻഡ് A2. ഓക്കെ, ഇത്ര നമുക്ക് ചെയ്യാം. ഇനി തന്നിരിക്കുന്നത് എന്താന്ന് നോക്കിയേ. ദ പ്രഷർ അറ്റ് ഇൻലെറ്റ് 17.658 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. പ്രഷർ, ഇൻലെറ്റിന്റെ പ്രഷർ ദാറ്റ് ഈസ് P1 നമുക്ക് തന്നിട്ടുണ്ട് 17.658 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. Then and the vacuum pressure at the throat is 30 centimeters of mercury. അപ്പോൾ ഒന്ന് പ്രഷറിലാണ് തന്നിരിക്കുന്നത്, ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. രണ്ടാമത്തെ എന്ന് പറയുന്നത് വാക്യൂം പ്രഷർ ആണ്, അത് 30 സെന്റി ഹെഡിലാണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് P2 ബൈ റോജിയുടെ ടേമിലാണ് രണ്ടാമത്തെ തന്നിരിക്കുന്നത്. ആദ്യത്തെ P1 തന്നെ തരിക. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, രണ്ടും ഒറ്റ ടേമിലോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ P1 തരുവാണെങ്കിൽ മറ്റേത് P2 ബൈ റോജി ആണ് തന്നിരിക്കുന്നത്. അപ്പൊ P1 നമ്മൾ ഡിവൈഡ് ബൈ റോജി ചെയ്തിട്ട് ഒരു ഹെഡിന്റെ ടേമിലോട്ട് കൊണ്ടുവരിക. ഓക്കെ, P1 എന്ന് പറയുന്നത് 17.658 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ. അതിനെ നമ്മൾ മീറ്റർ സ്ക്വയറിലോട്ട് മാറ്റണമെങ്കിൽ മാറ്റാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ എളുപ്പമായിരിക്കും. ഓക്കെ, ഇവിടെ മീറ്ററിലോട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഇൻറ്റു 10⁴ ചെയ്തപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിൽ വന്നു. ഇനി നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 ആണ്. അങ്ങനെയാണെങ്കിൽ P1 ബൈ റോജി എന്ന് പറയുന്നത് 17.658 ഇൻറ്റു 10⁴ ഡിവൈഡ് ബൈ റോയുടെ വാല്യൂ 1000 ഇൻറ്റു 9.81. അപ്പോൾ നമുക്ക് കിട്ടും P1 ബൈ റോജി ആസ് 18 meters ഓഫ് വാട്ടർ. ഓക്കെ, അതവിടെ നോട്ട് ചെയ്യുക. P1 തന്നിട്ടുണ്ട്, ദെൻ പ്രഷർ തന്നിട്ടുണ്ട്. ഇനി അവിടുത്തെ പ്രഷർ ഹെഡ് കണ്ടുപിടിച്ചു P1 ബൈ റോജി. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താ, P2 ബൈ റോജി തന്നിരിക്കുന്നത് വാക്വം പ്രഷറാണ്. വാക്വം പ്രഷർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് പ്രഷറാണ്. അപ്പോൾ P2 ബൈ റോജി ഈസ് ഈക്വൽ ടു -30 centimeters ഓഫ് മെർക്കുറി. ഇനി ആ -30 സെന്റിമീറ്ററിനെ നമ്മൾ ഇവിടെ ഒന്ന് മീറ്ററിലും ഇവിടെ നോക്കി മെർക്കുറിയുടെ ടേമിലുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ രണ്ടിനെ ഒരു ടേമിലോട്ട് നമ്മൾ മാറ്റുക. അപ്പോൾ അത് മാറ്റണമെങ്കിൽ -30 meters ഓഫ് മെർക്കുറിയെ നമ്മൾ ആ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ഇൻ മീറ്റേഴ്സ് ഓഫ് വാട്ടർ. ഇപ്പോൾ ഏത് ലിക്വിഡ് ആണോ തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം മെർക്കുറിക്ക് വരും വേറെ ഏത് ഓയിലും ആയിക്കോട്ടെ, ആ തന്നിരിക്കുന്ന ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ആ ഒരു ഹെഡിനെ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അല്ലാതെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് കുറച്ച് കാൽക്കുലേഷൻ ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കുക. P2 ബൈ റോജി ഈസ് -30 centimeter ഓഫ് മെർക്കുറി. അത് മാറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഈ മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് ഈ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -30 ഇൻറ്റു 13.6 ഈക്വൽ ടു -4.08 meters ഓഫ് വാട്ടർ. ഇത് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ വേറൊരു പിക്ചർ എടുത്ത് അയച്ചു തരാം, ഇതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണെന്ന്. അതെങ്ങനെയാണ് ഈ മീറ്ററിലോട്ട് ഇത് വന്നിരിക്കുന്നതെന്ന് അറിയാൻ. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ പഠിക്കണമെങ്കിൽ മെർക്കുറിയാണ്, മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -4.0 മൈനസ് തന്നെ ഇടണം കേട്ടോ. നമുക്ക് മൈനസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പ്ലസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് മൈനസ് വാക്യൂം എഴുതിയിട്ട് മൈനസ് ഇടാതിരിക്കരുത്, ആ മൈനസ് ടേം അവിടെ ഇടുക. ഇനി ഡിഫറൻസ് ഇൻ ഹെഡ് എന്ന് പറയുന്നത് എന്താ, P1 ബൈ റോജി മൈനസ് P2 ബൈ റോജി. P1 ബൈ റോജി എന്ന് പറയുന്നത് 18 ആണ്, മൈനസ് ഇടുക. ഇനി P2 ബൈ റോജി ഈസ് -4.08. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് വരുമ്പം പ്ലസ് ആവും. 18 plus 4.08 is 2208 meters of water. അതിന് നമ്മൾ ബാക്കി സെന്റിമീറ്റർ കിടക്കുന്നതുകൊണ്ട് അതിനെ നമ്മൾ സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എച്ചിന്റെ വാല്യൂ കിട്ടി. ദെൻ ഡിസ്ചാർജ് ആണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ഡിസ്ചാർജ് ഓഫ് വാട്ടർ ത്രൂ വെഞ്ചുറിമീറ്റർ. ഡിസ്ചാർജിന്റെ ഫോർമുല CD A1 A2 ഡിവൈഡഡ് ബൈ √A1² - A2² ഇൻറ്റു √2GH. ഓക്കെ, അത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ പ്രോബ്ലംസ്. ഇനി 5th പ്രോബ്ലം നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ഞാൻ തന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, നെക്സ്റ്റ് സെക്ഷൻ വരുമ്പോൾ ക്ലിയർ ചെയ്യാം. ഇത് നിങ്ങൾ തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അവൻ്റെ സൊല്യൂഷൻ എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്.
ചെറിയൊരു ബുദ്ധിമുട്ട് ഇവിടെ നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലംസ് ഓൺ ഇൻക്ലൈൻഡ് വെഞ്ചുറിമീറ്റർ ആണ്. അത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല. ഈ ഒരു സെക്ഷൻ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത സെക്ഷന് ഇൻക്ലൈൻഡ് മാനോമീറ്ററിന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോബ്ലംസ് 5 പ്രോബ്ലംസ് ഉണ്ട്, അതിൻ്റെ ഡെറിവേഷനും ഉണ്ട്. ഇത്രയും നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ച് നോട്ട് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.